എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ വീഡിയോകൾ തുടർച്ചയായി ചെയ്യാൻ നമുക്ക് വേണ്ടത്ര സമയം ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് പൂജകൾക്ക് ശേഷം വരുന്ന ആ ചെറിയ ഇടവേളകളിൽ വന്ന് വീഡിയോ ചെയ്തിട്ട് പോകുന്നത്. അതിൽ നിങ്ങൾ പരിഭവം വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശമാണ് പറയാൻ കാരണം. കർക്കിടക മാസക്കാലമായതുകൊണ്ട് തന്നെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് 27 നക്ഷത്രക്കാരുടെയും ദൈവാധീനം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. മുൻമാസങ്ങളിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇത് നോക്കാറുള്ളൂ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും പുലർച്ചെ ഈ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ദൈവാധീനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കവടി നിരത്തി നോക്കിയപ്പോൾ അതിൽ അറിയാൻ കഴിഞ്ഞത് ഇവിടെ പറയാൻ പോകുന്ന ആ 3 രാശികളിലായി വരുന്ന 9 നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിലവിൽ പല ജ്യോത്സ്യന്മാരും നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ പ്രവചനങ്ങളെ ഒട്ടുമിക്ക 90% മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്ഭുത ഫലങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ വലിയ പദ്ധതിയെക്കുറിച്ച് വേണ്ടവണ്ണം അറിയണമെന്നില്ല. ഇത് പറയാൻ കാരണം നമ്മൾ ചിന്തിക്കുന്നതിനും അതീതമായിട്ടാണ് ഈ പ്രപഞ്ചശക്തി പ്രവർത്തിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നായിരിക്കും, എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമായിരിക്കും. അതാണ് അവ തമ്മിലുള്ള ഒരു പരസ്പര വൈരുദ്ധ്യം. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഈ 9 നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഇതുവരെയുള്ള സകല ജ്യോതിഷ പ്രവചനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അത്യുന്നത മേഖലകളിലേക്ക് ഇവർ ഇനി കടന്നു ചെല്ലാൻ പോവുകയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ദൈവനിശ്ചയമാണ്. ഈ സമയം ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഇത് വാസ്തവത്തിൽ ഗ്രഹങ്ങൾ മൂലമാണോ? ഒരിക്കലുമല്ല. പറയാൻ കാരണം ശനി, വ്യാഴം, ചൊവ്വ, രാഹു എന്നീ ഗ്രഹങ്ങൾക്ക് നിങ്ങളോട് യാതൊരുവിധ മുൻവൈരാഗ്യവുമില്ല. പിന്നെ അവർ നിങ്ങളെ എന്തിനു ശിക്ഷിക്കണം? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് ദൈവാധീനക്കുറവുണ്ടെങ്കിൽ ആ ദൈവാധീനക്കുറവാണ് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ കഷ്ടനഷ്ടങ്ങളും വരുത്തി വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രഹങ്ങൾ നിങ്ങളെ ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ കഷ്ടകാലം ഗ്രഹങ്ങൾ വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് ഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. പകരം നമ്മളിലുള്ള ദൈവാധീനക്കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണല്ലോ, ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ തീർച്ചയായും ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ പ്രവർത്തിച്ചിരിക്കും. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവിക കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം വലിയ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അത്ഭുതകരമായി കരകയറാൻ പോകുന്ന ആ 3 രാശികളെയും അതിൽ ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാരെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടോ എന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം അതിൽ എടുക്കേണ്ട മുൻകരുതലുകൾ കൂടി അങ്ങ് എടുത്തേക്കുക. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വരുന്ന കർക്കടകവാവിന് ചെയ്യുന്ന തിലഹോമത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാം. ഈ വരുന്ന കർക്കടകവാവ് 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച ആയിട്ടാണ് വരുന്നത്. എന്താണ് ഈ തിലഹോമം? അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പൂർവികരുടെ ആത്മാവിന് ശാന്തി നൽകുന്നതിനും ജാതകത്തിലെ ഗുരുതരമായിട്ടുള്ള പിതൃദോഷങ്ങൾ അകറ്റുന്നതിനുമായിട്ടാണ് ഈ തിലഹോമം. അഗ്നിയിൽ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഹോമമാണ്. പ്രത്യേകിച്ചും ഈ കർക്കിടകവാവ് ദിവസം തിലഹോമത്തിൽ പങ്കാളിയാകുന്നത് വഴി തലമുറകളായി പിന്തുടർന്നു വരുന്ന പിതൃശാപങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായി മാറിപ്പോകും. അതിനോടൊപ്പം കുടുംബത്തിൽ നിലനിൽക്കുന്ന ആ സാമ്പത്തിക ഞെരുക്കം,
തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള രോഗപീഠകൾ എന്നിവയെല്ലാം അകന്ന് പിതൃക്കളുടെ പൂർണ്ണ അനുഗ്രഹവും മനഃശാന്തിയും ഐശ്വര്യവും ആ കുടുംബത്തിൽ വന്നെത്തുക തന്നെ ചെയ്യും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ തിലഹോമം ചെയ്യുന്നത് മരിച്ച പിതൃക്കൾക്ക് സമാധാനം കിട്ടാനാണ് എന്നാണ്. ഒരിക്കലുമല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കിട്ടാനാണ് ഈ തിലഹോമം ചെയ്യുന്നത്. അത് മരിച്ചവരുടെ പേരിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരുടെ മരണ ദിവസവും ജന്മനക്ഷത്രവും വെച്ചുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇനി ഈ തെറ്റിദ്ധാരണ നിങ്ങൾ വെച്ചു പുലർത്തരുത്. ഈ തിലഹോമത്തിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും. ഇനി നമ്മുടെ ഇന്നത്തെ ഈ രാശിഫലത്തിലേക്ക് കടന്നു വന്നാൽ 9 നക്ഷത്രക്കാരുടെ ദൈവാധീനം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ വിശദമായി പറയാം. ഇതിലേക്ക് വരുന്ന ആദ്യത്തെ രാശിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് മേടം രാശിയെയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമ്പത്തികമായും തൊഴിൽപരമായും ആരോഗ്യപരമായും വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ നക്ഷത്രക്കാർ. മാത്രമല്ല, നിങ്ങൾ ഉടനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവസാന നിമിഷം തടസ്സപ്പെട്ടു പോകുക, വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അർഹിച്ച പിന്തുണ ലഭിക്കാതെ വരിക, ഇത്തരത്തിലുള്ള കഠിനമായ പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ ഇനി നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഈശ്വരാധീനം ശക്തമാകുന്ന ആ ഒരു സമയമാണിത്. ജാതകവശാൽ ചില ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് വഴിമുട്ടി എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും ഇനി പെട്ടെന്ന് തെളിഞ്ഞു വരും. ഒന്നാമത്തേത് ധനയോഗം. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സാമ്പത്തിക ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തേത്, ജോലിസ്ഥലത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർ സ്വയം പിന്മാറുന്ന അവസ്ഥ ഉണ്ടാകും. മൂന്നാമത്തേത്, ആരോഗ്യം. നിലവിലുണ്ടായിരുന്ന രോഗപ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഹനുമാൻ സ്വാമിയെയും ദേവിയെയും ഭജിക്കുന്നത് ഈ ദൈവാധീനം ഇരട്ടിയാക്കാൻ സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക. വിദേശത്തുള്ളവരാണെങ്കിൽ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിലോ മതിയാകും. ഇനി അടുത്തതായി, ദൈവിക കടാക്ഷത്തിൽ വലിയ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്ന രാശി ചിങ്ങക്കൂറാണ്. ഇതിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ചിങ്ങം രാശിക്കാർക്ക് കുടുംബത്തിലോ കർമ്മമേഖലയിലോ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരാൻ സാധ്യതയുള്ള സമയമായിരുന്നു. ശത്രുദോഷങ്ങളും അനാവശ്യ അപവാദങ്ങളും നിങ്ങളെ പിന്തുടർന്നിട്ടുണ്ടാകും. എത്ര അധ്വാനിച്ചാലും ഫലം കിട്ടുന്നില്ല എന്ന നിരാശയും അലട്ടിയിട്ടുണ്ടാകും. എന്നാൽ ഈ ദോഷഫലങ്ങളുടെ തീവ്രത വൻതോതിൽ ഇനി കുറയാൻ പോവുകയാണ്. ഒരു വലിയ വീഴ്ചയിൽ നിന്നും ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന അനുഭവം ഇനി വരും ദിവസങ്ങളിൽ കാണാം. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി എഴുതപ്പെടുന്ന സാഹചര്യമാണിത്. ഒന്നാമത്തേത് കുടുംബം. കുടുംബത്തിൽ നിലനിന്നിരുന്ന അശാന്തി ഉറപ്പായിട്ടും മാറിക്കിട്ടും. രണ്ടാമത്തേത് സാമ്പത്തികം. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്ന പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. മൂന്നാമത്തേത് സംരക്ഷണം. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങൾക്കൊരു സംരക്ഷണ കവചം ഒരുക്കിയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ വന്ദിച്ച് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. ഇനി മൂന്നാമതായി, ദൈവത്തിൻ്റെ സവിശേഷമായ അനുഗ്രഹം അനുഭവിക്കാൻ പോകുന്ന രാശി വൃശ്ചിക രാശിയാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഇതിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മാനസികമായി വളരെയധികം തളർന്നുപോയ ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് കരുതിയ നിരവധി നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥകളിൽ നിന്നും മാറി ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. നിങ്ങൾ ചെന്ന് തൊടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലകളും ഇനി നിങ്ങൾക്ക് അനുകൂലമായി വഴങ്ങിത്തരും. ഒന്നാമത്തേത് മാനസിക സമാധാനം. മനസ്സിലെ ഭയവും ഉത്കണ്ഠയും മാറി എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും എനർജിയും നിങ്ങൾക്ക് കൈവരും. രണ്ടാമത്തേത് കർമ്മവും വിദ്യാഭ്യാസവും. മുടങ്ങിപ്പോയ പഠനങ്ങളും വിദേശയോഗങ്ങളും വീണ്ടും തെളിഞ്ഞു വരും. മൂന്നാമത്തേത് അപ്രതീക്ഷിത സഹായം. അപരിചിതരായ ആളുകളിൽ നിന്ന് പോലും സഹായഹസ്തങ്ങൾ ഓടിയെത്തും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, സുബ്രഹ്മണ്യ സ്വാമിക്കും
ശിവഭഗവാനും പുഷ്പാഞ്ജലി കഴിക്കുക. ദിവസവും വീട്ടിൽ കീർത്തനങ്ങൾ ജപിക്കുക. അവസാനമായി നിങ്ങൾ 9 നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട ഒരു വാസ്തവമുണ്ട്. ജ്യോതിഷം നമ്മളോട് പറയുന്നത് നമ്മുടെ സമയത്തെക്കുറിച്ചാണ്. എന്നാൽ ആ സമയത്തെപ്പോലും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് ഈ പ്രപഞ്ചശക്തി. അതിനാൽ ഇപ്പോഴുള്ള അവസ്ഥയോർത്ത് നിരാശപ്പെടാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കി കാര്യങ്ങൾ ദൈവത്തിന് വിട്ടേക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.